വന്ദേ പരമാനന്ദമാധവം. അമൃതാത്മാക്കളെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന അഭിവന്ദ്യരായ മാതാപിതാക്കൾ, മറ്റുള്ളവർ, നമസ്കാരം. ഈ വേദിയിൽ എനിക്ക് സംസാരിക്കാൻ തന്നിട്ടുള്ള വിഷയം ആരോഗ്യ ശാസ്ത്രരംഗത്ത് വാണിജ്യവൽക്കരണം. വളരെ വിപുലമായ വിഷയമാണ്. വളരെ സമയമെടുത്ത് പറയാവുന്ന വിഷയമാണ്. ഏറ്റവും ചുരുക്കി എനിക്കറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ സശ്രദ്ധമായ പഠനത്തിന് വിധേയമാക്കുമാറ് ഞാൻ പറയാൻ ശ്രമിക്കാം. ഏറ്റവും പ്രാധാന്യമുള്ളത് വൈദ്യശാസ്ത്രവും വിദ്യാഭ്യാസവും ഒരിക്കലും കച്ചവടമാകരുത് എന്നാഗ്രഹിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. രാജഭരണം ഉണ്ടായിരുന്നിട്ട് പോലും അതിന്റെ നല്ല വശങ്ങൾ പാഹിയാൻ, ഹുയാൻസ, ഇബ്സിംഗ് ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടത്ര കാണാം. 400 സംവത്സരം നീണ്ട ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ രാജ്യത്ത് വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്താണ് എന്നറിയുന്നതിന് പല ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദ ഹീലിംഗ് നൈഫ് പോലുള്ള വളരെ ശ്രദ്ധേയമായ, ലോകത്തൊരിടത്തും നിലനിൽക്കാത്ത ഒരു സർജറി ടിപ്പുവിന്റെ കാലത്ത് ഇന്ത്യയിൽ നിലനിൽക്കുകയും അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഭിഷഗ്വരന്മാർ കണ്ടുപിടിക്കുകയും ചെയ്ത ചിത്രം വരെ ഗ്രന്ഥകാരൻ അതിൽ നൽകുന്നുണ്ട്. അങ്ങനെയെല്ലാമുള്ള രാജ്യത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഔഷധ വിപണന രംഗം പെട്രോളിയം വകുപ്പിന്റെ കീഴിലാണ്. നാം പലപ്പോഴും വൈദ്യശാസ്ത്രത്തിന്റെ വാണിജ്യവൽക്കരണത്തെ പറ്റി പറയുമ്പോൾ ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു രംഗമുണ്ട്. ആരോഗ്യവകുപ്പിന്റെ കീഴിലല്ല നമ്മുടെ ഫാർമസികൾ, ഫാർമസിസ്റ്റുകൾ. ആരോഗ്യവകുപ്പിന്റെ കീഴിലല്ല ഔഷധ കച്ചവടക്കാർ എന്ന് പലപ്പോഴും ഇന്ത്യൻ ജനതയ്ക്കറിയില്ല. നിങ്ങളിൽ തന്നെ എത്ര പേർക്കറിയുമെന്ന് എനിക്കറിയില്ല. ഈ വിവരം നിങ്ങൾക്കൊക്കെ സുപരിചിതമാണോ എന്ന് സംശയമുള്ളതുകൊണ്ട് ചോദിക്കട്ടെ. ഇത് നാട്ടുകാർക്ക് സുപരിചിതമായ ഒരു വിഷയമാണോ? പുരോഗമന പ്രസ്ഥാനത്തിന്റെ അകത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് അന്വേഷിക്കാം. ഇന്ത്യൻ മെഡിക്കൽ ജൂറിസ്പ്രൂഡൻസിൽ ഇന്ത്യയുടേതായി ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? മിസ്റ്റർ മേനോന്റെ ഗൈനക്കോളജി ബുക്ക് മാത്രം റഫറൻസ്. അഡ്വക്കേറ്റുമാർ ഇരിപ്പുണ്ടെന്നാണ് എന്റെ ധാരണ. ഇതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒറ്റ പുസ്തകങ്ങൾ ഇന്നുവരെ, ബാക്കിയെല്ലാം ഫോറിൻ ബുക്കുകളാണ്. ഫോറിൻ സാഹചര്യങ്ങളല്ല ഇന്ത്യയിലുള്ളത്. എങ്ങനെയാണിത് നിയമത്തിന്റെ രംഗത്ത് നടപ്പാക്കുക? എഴുതിവെച്ച റഫറൻസ് ഗ്രന്ഥങ്ങളെ ആധാരമാക്കി. ജനത വേറെ, ജീവിതശൈലി വേറെ, ബന്ധങ്ങൾ വേറെ. ഇതൊന്നും മാധ്യമങ്ങളോ ബുദ്ധിജീവികളോ
ചർച്ച ചെയ്യുന്നതായി ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും വാണിജ്യവൽക്കരണത്തിനെതിരെ ഒച്ചവെക്കാനും പകരം പലതും കൊണ്ടുവരാനും ശ്രമിക്കുമ്പോൾ സത്യം എവിടെയോ ആരോഗ്യമന്ത്രിയുടെ കീഴിൽ മാധ്യമങ്ങൾ ആളുകളെ വിളിച്ചുകൂട്ടി ജനങ്ങളെ അവഹേളിക്കുകയാണ് പലപ്പോഴും. ആരോഗ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാനാവില്ല. ആരോഗ്യമന്ത്രി അവിടെ നിന്ന് മൂക്കിച്ചെത്തുമെന്ന് പറയുമ്പോൾ മരുന്ന് കച്ചവടം ചെയ്യുന്ന കമ്പനികൾ ഉള്ളിൽ ഊറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിലല്ല ഈ സാധനം. നിങ്ങൾക്കറിയാത്ത കാര്യമാണോ ഞാൻ പറയുന്നത്? ഇതിനെല്ലാം പലപ്പോഴും തെറ്റായ അർത്ഥത്തിൽ മാത്രമാണ് നിഗമനങ്ങൾ. ഒന്ന്, ഇന്ത്യൻ മനസ്സിന് സമീപകാലത്ത് വിദ്യാഭ്യാസത്തോട് ശക്തമായ എതിർപ്പുണ്ട്. കാരണം വിദ്യാഭ്യാസമുള്ളവരല്ല ക്രിയാത്മക രംഗങ്ങളിൽ വിജയിക്കുന്നതും ജനത്തിന് ഉപകാരമാകുന്നതും. പഠിച്ചൊരു പിശകുരന് ഒരാശുപത്രി നടത്താനാവുന്നില്ല. Am I right? അയാൾക്ക് തൊഴിലാളിയായി പോവാനെയാണ്. പഠിച്ചൊരു CA-കാരന് ഒരു സ്ഥാപനം കൊണ്ടു നടക്കാനാവില്ല. അത്തരം രംഗങ്ങൾ പലപ്പോഴും കൈയാളുന്നത് അക്കാദമിക വിദ്യാഭ്യാസം കുറഞ്ഞവരാണ്. അവരിവരെയെല്ലാം വിലയ്ക്ക് വാങ്ങുകയാണ്. ഭംഗിയായി അവർക്ക് വേണ്ടി സേവനം ചെയ്യുവാനുള്ള കഴിവ് ഈ ഉന്നതർ. ജനങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങളല്ല ശമ്പളം കൊടുക്കുന്നത്. ജനങ്ങളല്ല കാര്യം നോക്കുന്നത്. ഈ ദിശയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ദിശയിൽ ഒരു ചിന്ത അനിവാര്യമാണോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു ഡോക്ടർ നാട്ടിൽ ഒരു ആശുപത്രി തുടങ്ങി വേറെ ഡോക്ടർമാരെ സഹകരണത്തിന് വിളിച്ചാൽ അയാളുടെ കീഴിൽ ജോലി ചെയ്യാൻ ഒരു ഡോക്ടറും തയ്യാറാവില്ല. തയ്യാറായാൽ മത്സരം ഉണ്ടാവുകയും ചെയ്യും. അമ്പമ്പട രാഭണ പ്രമാണത്തിലുള്ള നല്ലപോലെ മീൻകൊട്ട മറിച്ചതോ നല്ലപോലെ മദ്യം വിറ്റതോ ആയ പണമുണ്ടാക്കി ആ പണം കൊണ്ടുവന്നൊരു സ്ഥാപനം തുടങ്ങിയാൽ ഈ ഉന്നതന്മാരെല്ലാം അതിന് കീഴിൽ ഭംഗിയായി വിനയാന്വിതമായി അനുസരണയോടെ പണിയെടുക്കുമെന്നുള്ളത് നമ്മുടെ നാടിന്റെ ചരിത്രമാണ്. എനിക്ക് തുടരാമോ? ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടോ? അവിടെ നമുക്ക് ആലോചിക്കാം. ഞാൻ കണ്ടത് നിങ്ങളുടെ കണ്ണുകളിലൂടെ അല്ലല്ലോ. ഓരോ കാര്യവും രോഗമുൾപ്പെടെ, രോഗമിന്നുണ്ടാകുന്നത് പോലും മുൻകൂട്ടി ആസൂത്രിതമാണ്. ഒരു പനി ഉണ്ടായിക്കഴിഞ്ഞാൽ മാധ്യമത്തിൽ ആ പനിക്കൊരു പുതിയ പേര് കൊടുക്കുക, അതിന് വിഹ്വലത ഉണ്ടാക്കുക, ആ ഭയം വരുമ്പോഴേക്ക് ഹിസ്റ്റമിൻ ഉണ്ടാവുക, പനി ആവിർഭവിക്കുക. സാമൂഹികമായി പനിയെ രംഗത്ത് കൊണ്ടുവരുമ്പോൾ വിറ്റുതീർക്കേണ്ട മരുന്നുകൾ,
വിറ്റ് തീർത്തെടുക്കുക. ഇതിലൊന്നും ഭിഷഗ്വരന്മാരുണ്ട് എന്ന് കൃത്യമായി പറയാനാവില്ല. അവരാണ് ഇതിനകത്ത് പലപ്പോഴും കരുവായിത്തീരുന്നത്. കാരണം അവരിൽ പലരും ഇന്ന് ഇന്റർനെറ്റിൽ നോക്കിയാണ് മരുന്ന് എഴുതുന്നത്. സാമൂഹിക അവബോധം നന്നേ കുറയുകയാണ്. വ്യക്തിയും അവന്റെ സമൂഹവുമായുള്ള ബന്ധമാണ് അനാട്ടമിയും ഫിസിയോളജിയും പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത്. കാണുന്ന ദൃശ്യങ്ങളും കാണുന്നവനും തമ്മിലുള്ള ബന്ധത്തിൽ അവന്റെ ശരീരത്തിന് വികാസമുണ്ടാകുന്നുണ്ട്. ഞാനെന്നതൊരു ചെറിയ ശരീരത്തിൽ ഒതുങ്ങുന്നതല്ല. ഞാൻ കണ്ട വസ്തുവായി ഞാൻ മാറുന്നുണ്ട്. ഒരു ഭിഷഗ്വരനെ കാണാൻ വന്ന ഒരു അമ്മ അടുത്ത വീട്ടിൽ വെള്ളം കുടിക്കാൻ കഴിയും. 1.5 കൊല്ലമായി ഒരു ഭിഷഗ്വരനെ കാണാൻ വരുന്ന ഒരു അമ്മയ്ക്ക് ഒരു കുറവുമില്ലാതിരുന്ന അസുഖം വരുന്ന വഴിയിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഒരു വീട്ടിൽ കയറിയപ്പോ അവിടെ നിന്ന് 1.5 മണിക്കൂർ സംസാരിച്ച് അടുത്ത മാസം ഭിഷഗ്വരനെ കാണാൻ വന്നപ്പോൾ രോഗങ്ങൾക്കെല്ലാം ശമനമുണ്ട്. സൂക്ഷ്മദൃക്കായ ഭിഷഗ്വരൻ അമ്മയോട് ചോദിച്ചു, ഇത്തവണ എന്താണ് പറ്റിയത്? കാരണം ഭിഷഗ്വരൻ അറിയാൻ മുമ്പ് കൊടുത്ത മരുന്നിന്റെ വേറൊരു ഫോമൊക്കെയാണ് കൊടുത്തത്. പേരൊന്ന് മാറ്റിയൊക്കെ എഴുതി കൊടുത്തു. അതേ കൊടുക്കാനുള്ളൂ ശാസ്ത്രപ്രകാരം. നിങ്ങൾ എന്തൊക്കെയാണ് ആഹാരം കഴിച്ചത്? വീട്ടിലൊരു ഫയൽ വെച്ച് ആഹാരം എഴുതണമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് ചോദിച്ചു, അതിങ്ങെടുക്കൂ. അതിലും ഒരു മാറ്റവും വന്നിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ്? ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ വൈദ്യൻ താമസിക്കുന്ന വീടിന്റെ അടുത്തുള്ള വീട്ടിൽ കയറി അവിടെ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. ആ കുഞ്ഞുമായി സംഭാഷണം ചെയ്യും. അത് മാത്രമേ കുറവിന് കാരണം. താൻ കൊടുത്ത മരുന്നല്ല. രോഗം മാറി കുറച്ച് കഴിഞ്ഞാൽ പത്രത്തിൽ ഭിഷഗ്വരന്റെ പേരിൽ ചിലപ്പോൾ വന്നേക്കും, തന്റെ മരുന്നുകൾ കൊണ്ട് മാറി. പിന്നെ 100 പേർക്ക് ആ മരുന്ന് കൊടുത്താലൊന്നും മാറുകയുമില്ല. കാരണം അവിടെയൊന്നും ഈ കുഞ്ഞില്ല. തന്റെ അസംതൃപ്തിയുടെ ലോകത്ത് ഒരല്പം സംതൃപ്തി കിട്ടിയത് ആ കുഞ്ഞുമായി സംസാരിച്ചപ്പോഴാണ്. ഈ ചുറ്റുപാടുകളെ ചേർത്തുവെച്ച് കാര്യങ്ങളെ കാണുന്നതിനു പകരം നാം ഇന്ന് ചുറ്റുപാടുകളെ നിഷേധിക്കുകയാണ്. ഇതിന്റെ പ്രകൃഷ്ട കാരണങ്ങളിലൊന്ന് നമ്മുടെ വൈദ്യവിദ്യാഭ്യാസവും അതിന്റെ സങ്കേതങ്ങളും നമ്മളെ കൊണ്ടെത്തിച്ചത് ഒരു വലിയ വിപണന രംഗത്താണ്. പൊതുമേഖലയിൽ 4 മെഡിക്കൽ കോളേജുകൾ നമുക്കുണ്ടായിരുന്ന കാലത്ത് ഉള്ളതിന്റെ എത്രയോ മടങ്ങാണ് ഇന്ന് മെഡിക്കൽ കോളേജ്. രഹസ്യവും പരസ്യവുമായി നിങ്ങൾ ചിന്തിച്ചാൽ എത്ര രൂപ കൊടുക്കണം പഠിക്കാൻ? ഇത്രയും തുക കൊടുത്ത് പഠിക്കുന്ന ഒരാൾ പുതിയ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ രംഗവേദിയിലേക്ക് പഠിത്തവും കഴിഞ്ഞെത്തിയാൽ ആ പൈസ ഉണ്ടാക്കേണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലാഘവത്തോടെയല്ല പഠിക്കുന്നത്. ഈ വിഷയം പഠിക്കാൻ താല്പര്യമുണ്ടായിട്ട് പഠിക്കുകയല്ല, അച്ഛനമ്മമാരുടെ നിർബന്ധം കൊണ്ട് പഠിക്കുകയാണ് പലപ്പോഴും. വ്യവസായ താല്പര്യങ്ങളാണ് അകത്തു നിൽക്കുന്നത്. മുടക്കിയ പൈസ ഉണ്ടാക്കാതെ പറ്റില്ല. ഒരു കോടി വരെയുള്ള രൂപ കയ്യിൽ നിന്ന് മുടക്കിയിട്ട് അതിന്റെ പലിശയെങ്കിലും മാസം തോറും ഉണ്ടാക്കരുതെന്ന് നിങ്ങൾ എങ്ങനെയാണ് വ്യാമോഹിക്കുന്നത്? വ്യാവസായികമായി മാത്രം കാണുന്ന പെട്രോളിയം വകുപ്പിന്റെ കീഴിലുള്ള ഒരു സംരംഭം 2 നിയമവ്യവസ്ഥകൾ വൈദേശികം, 3 പഠിക്കുന്നവൻ പഠിക്കുമ്പോൾ തന്നെ പണം മുടക്കുന്നത് തിരിച്ചു കിട്ടാൻ.
ഇതെങ്ങനെ നാളെ മാറും? ഈ മൂന്നെണ്ണത്തിനപ്പുറം വ്യാപകമായി വളർന്നു കഴിഞ്ഞ ഹോട്ടലിയറിങ്ങും കാറ്ററിങ്ങും വളരെ വ്യാപകമായി. ഇതിനേക്കാൾ ഉപരി പല വ്യവസായത്തിന്റെയും ബൈ പ്രോഡക്ട്സ്, ഉപ ഉൽപ്പന്നങ്ങൾ നഷ്ടം വരാതെ വിറ്റഴിക്കുവാൻ അതിനെ വൈദ്യശാസ്ത്രത്തിലേക്കും ആഹാരത്തിലേക്കും കടത്തിവിടുന്ന പ്രവണത. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡോക്ടർ ചൂണ്ടിക്കാണിച്ച അയോഡൈസ്ഡ് സോൾട്ട്. അത് ഇതിനേക്കാൾ അപകടകരം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് അയോഡൈസ്ഡ് സോൾട്ടാണ്. സോപ്പ് കമ്പനികളുടെ ബൈ പ്രോഡക്റ്റാണ്. ആ ഉപ്പ് സോപ്പ് കമ്പനിയുടെ ബൈ പ്രോഡക്റ്റാണ്. അതിൽ അയോഡിൻ ചേർത്തത് നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ്. അയോഡൈസ്ഡ് സോൾട്ട് രംഗത്ത് വരുന്നതിന് മുമ്പുള്ള കേരളത്തിലെ ജനസംഖ്യാനുപാതികമായ തൈറോയിഡിന്റെ നിലയും അയോഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള മൈക്രോ തൈറോയിഡിന്റെയും ഹൈപ്പർ തൈറോയിഡുകളുടെയും നിലയും നിങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കുക. ഒന്ന്, സാൽമ്യം വരാത്ത ഒരു ഉപ്പാണ് നമ്മൾ കഴിക്കുന്നത്. സാൽമ്യം വരാത്ത എല്ലാ ആഹാരവും രോഗമുണ്ട്. അതിൽ പ്രവര സാൽമ്യം കഴിക്കുന്നവൻ ഒരു കാലത്തും രോഗം വരില്ല. മധ്യമ സാൽമ്യം എങ്കിലും കഴിക്കണം. അവരസാൽമ്യം കഴിക്കരുത്. ഏറ്റവും സാൽമ്യമുള്ള ആഹാരം കോശങ്ങൾ ആഗ്രഹിക്കുന്നത് പാരമ്പര്യത്തിന് ഇഷ്ടപ്പെടുന്നവയാണ്. നിങ്ങളുടെ ഭാര്യ തരുന്നതിനേക്കാൾ, നിങ്ങളുടെ അമ്മ തരുന്നതിനേക്കാൾ നിങ്ങളുടെ അമ്മുമ്മ വെച്ചു വിളമ്പിയിരുന്ന ആഹാരം കഴിച്ചാൽ ഒരിക്കലും രോഗം വരില്ല. കേരളത്തിൽ മാത്രം ഒരു ദിവസം 18 ടാങ്കർ ഓയിൽ പക്ഷി എണ്ണയിൽ ചേർക്കാൻ എത്തുന്നുണ്ട്. കളർലെസ്, ഓർഡർലെസ് ഓയിൽ. അതിനെയാണ് അങ്ങ് മിനറൽ ഓയിൽ എന്ന് പറയുന്നത്. തനി ക്രൂഡ് ഓയിൽ. ഭരണാധികാരികളും നാട്ടുകാരും ആക്ടിവിസ്റ്റുകളും മാധ്യമങ്ങളും ഒന്നും അറിയാതെ ഈ സാധനം കൊണ്ടെന്ന് ഒഴിച്ചൊന്നും പോകില്ല. നല്ലപോലെ അറിഞ്ഞു തന്നെയാണ് വിളിക്കുന്നത്. ബോംബെയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കമ്പനിക്കെതിരെ പ്രമാദമായ കേസാണ് കുറെ കൊല്ലമായി നിലനിൽക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച ആരോ ഒരാള് എണ്ണ തേപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ആധുനിക ബിഷപ്പുരന്മാർ എതിർത്തിരുന്നു. അവരെല്ലാം ഇന്ന് മിനറൽ ഓയിൽ കുറിച്ചു കൊടുക്കുന്നു. അതിന്റെ പുറത്തൊരു ചെറിയ കോളത്തിനകത്ത് വളരെ ചെറിയ അക്ഷരത്തിൽ ലെൻസ് വെച്ചാൽ മാത്രം വായിക്കാവുന്ന അക്ഷരത്തിൽ കുട്ടികളിൽ നിന്ന് അകറ്റി വെക്കണമെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് തേക്കാനുമാണ് ഈ സാധനം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വായിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് ചെന്നിട്ട് ഒരു കുപ്പി വാങ്ങിച്ചിട്ട്, കമ്പനിയുടെ പേര് പറയുന്നത് ഞാൻ മര്യാദകേടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആ മര്യാദകേട് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ വാങ്ങിച്ചിട്ട് അതിലെ കോളത്തിനകത്ത് വായിക്കുക. ഇതിന്റെ ഫ്യൂംസ് അടിച്ചാൽ കുട്ടികൾക്ക് മരണമുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ എന്തോ ചോദിച്ചോന്ന് സംശയം. ആരോ എന്തോ ചോദിച്ചോ? ഇല്ല.
ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 24-ാം തീയതി ഒക്ടോബർ 24-ാം തീയതി രാവിലെ ഒരു കുഞ്ഞിന് ചോറ് കൊടുക്കാനെത്തി അമ്മ ചോറ് കൊടുത്തു കഴിഞ്ഞ് കുഞ്ഞിനെ അകത്തു കൊണ്ടിടക്കുമ്പോൾ മൂത്രമൊഴിക്കരുതെന്നുള്ളത് കൊണ്ട് ഡൈപ്പർ കെട്ടിക്കൊണ്ടിടം കുട്ടി കയ്യിലിരുന്ന് മരിച്ചുപോയി. ഡോക്ടർ അതാണ് കാരണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഒരു മാധ്യമം പോലും റിപ്പോർട്ട് ചെയ്തില്ലെന്നാണ് എന്റെ അറിവ്. ലോക്കലായിട്ടുള്ള പത്രങ്ങളിലല്ലാതെ വാർത്ത വരാതിരിക്കാൻ എല്ലാവരും അത്യന്തം ശ്രദ്ധിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് ക്ലോത്ത് പലയിടത്തും നിരോധിച്ചിരിക്കുക. മാരക രോഗങ്ങളാണ് വരുന്നത്, ചെറിയ രോഗമല്ല. ത്വക്കിലല്ലേ മുത്തിക്കിടക്കുന്നുള്ളൂ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഏറ്റവും വിചിത്രമായൊരു സത്യം, നിങ്ങളുടെ നാടിന്റെ തൊട്ടടുത്ത് തിരുപ്പൂര് എത്തിയാൽ ഈ ക്ലോത്ത് എല്ലാം അവിടെയാണ് ഉണ്ടാകുന്നത്. അവിടുന്ന് തൂക്കിത്തരുന്നത് വളരെ വില കുറച്ചാണ്. 3 ലക്ഷം ഷർട്ടിന് ഓർഡർ കൊടുക്കുമ്പോൾ അവർ തന്നെ ആവശ്യപ്പെടുന്നത് 10 ലക്ഷം ഉണ്ടാക്കാനാണ്. എന്നിട്ട് 7 ലക്ഷം തൂക്കി കൊടുക്കാനാണ്. അതൊരിക്കൽ ഇട്ട് കിട്ടിയാൽ പിന്നെ ഞങ്ങളെ അന്വേഷിച്ചാൽ വരും. അവന്റെ ത്വക്കിൽ ഒരു പ്രാവശ്യം ഈ ക്ലോത്ത് മുട്ടിയാൽ ഇതിടാതെ അവൻ ഉറക്കം വരില്ല. അഡിക്ഷൻ മരുന്നിന് മാത്രമല്ല, അഡിക്ഷൻ മദ്യത്തിന് മാത്രമല്ല. ഇത്തരമൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് ഇതിനെയൊക്കെ ഉൾപ്പെടുത്തേണ്ട ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്തി ചോദ്യം ചെയ്യാൻ പറ്റുക, അതില്ല. ഇതെല്ലാം വ്യവസായമാണ്. പെട്രോളിയം മന്ത്രിയല്ല പങ്കെടുക്കുന്നത്. ഇതിൽ തെറ്റുപറ്റുമ്പോൾ, ഇതിൽ കമ്മീഷൻ വാങ്ങിക്കുമ്പോൾ, ഇപ്പൊ നിരന്തരമായി ചാനലുകളിലൊക്കെ കമ്മീഷന്റെ കഥയാണെന്ന് തോന്നുന്നു. ഡോക്ടർമാരെ ഇരുത്തി വെള്ളം കുടിപ്പിക്കാനാണ് താല്പര്യം. അതിന്റെ പിന്നിലെ വ്യവസായികളെ മാന്യന്മാരായാണ്, രാജ്യത്തിന് ഖജനാവ് വർദ്ധിപ്പിക്കുന്നവരായാണ്. ഒരു ഡോക്ടറും അറിഞ്ഞിട്ടില്ല താൻ ഉൾപ്പെടുന്ന ഈ വൃന്ദം പെട്രോളിയം വകുപ്പിന് കീഴിലാണ്. ഈ മരുന്നുകളിലെ ചേരുവ പലതും പേറ്റന്റഡാണ്, അറിയാത്തതാണ്. പരിഹാരമാർഗം ന്യൂസിലൻഡിലെ പോലായാൽ എളുപ്പമാണ്. ഫാർമസിസ്റ്റ് മരുന്ന് നിശ്ചയിക്കട്ടെ, ഡോക്ടർ ജനറിക് ഇൻഡെക്സ് എഴുതട്ടെ. ഡോക്ടർ ജനറിക് ഇൻഡെക്സ് എഴുതുകയും ഫാർമസിസ്റ്റ് പേറ്റന്റ് തീരുമാനിക്കുകയും അപകടം വന്നാൽ ഫാർമസിസ്റ്റ് കുറ്റക്കാരനാവുകയും വർഷം തോറും മാറുന്ന ഗവേഷണമനുസരിച്ച് ഫാർമസിസ്റ്റ് ട്രെയിനിങ്ങിന് പോവുകയും പരീക്ഷ എഴുതുകയും ജയിച്ചില്ലെങ്കിൽ മിതമായ ഒരു ശമ്പളം ജയിക്കാത്ത വർഷം കൊടുക്കുകയും പണിയിൽ നിന്ന് മാറ്റി നിർത്തുകയും 3 പ്രാവശ്യം പരീക്ഷ എഴുതി ജയിച്ചില്ലെങ്കിൽ പണിയിൽ നിന്ന് പറഞ്ഞുവിടുകയും ചെയ്യുന്ന ന്യൂസിലൻഡിന്റെ തീരുമാനമെടുത്താൽ രാജ്യാന്തര യാത്ര നടത്തുന്ന നമ്മുടെ മന്ത്രിമാർക്കറിയാം ന്യൂസിലൻഡിൽ ഇങ്ങനെയാണ്. അറിയാത്തതുകൊണ്ടല്ല, നല്ലത് സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കാണും. ഒന്ന്, ഇതിന്റെ വ്യവസായ തന്ത്രം, പഠിക്കാൻ മുടക്കിയ പണം, മിനിമം ബാച്ചിലർ ഡിഗ്രി കൊണ്ട് ഇന്ന് ചികിത്സിക്കാനാവില്ല എന്ന് എല്ലാവർക്കും അറിയാം.
കാരണം ആരും അങ്ങോട്ട് പോകില്ല. എന്നാൽ നോക്കിയാൽ ഒരു സത്യം അറിയാം, ഇന്നും രോഗം നിർണയിക്കുന്നത് അവരാണ്. അവർക്കാണ് അതിന് കഴിയുക. രോഗം നിർണയിക്കുന്നവന് പ്രാധാന്യം കുറയുന്നു. നിർണയിച്ചു ചെന്നാൽ കൂടുതൽ പഠിച്ചയാൾ സംശയം തീർക്കാനാണ് ഉപകരണങ്ങളെ തേടുന്നത്. ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടോ? An eye scan is better than CAT scan എന്ന് ഡോക്ടർ തണ്ടൻ പറഞ്ഞിട്ടുണ്ട്. വാക്കുകൾ എന്റെയല്ല, ഡോക്ടർ തണ്ടന്റെയാണ്, ലോകപ്രശസ്തനായ ന്യൂറോളജിസ്റ്റ്. അത് വെറും MBBSകാരനാണ് നിർവഹിക്കുന്നത്. പക്ഷെ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ബംഗാളില് ഒരു ദിവസം മരിക്കുന്ന എണ്ണം, ഹോസ്പിറ്റലിൽ, ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ മരിക്കുന്ന, മെഡിക്കൽ കോളേജിൽ മരിക്കുന്ന എണ്ണം കൂടിയിട്ട് നിയന്ത്രിക്കാനാവാതെ വരുമ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഇത് അതാത് സ്ഥലങ്ങളിലെ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടതേ ഉള്ളൂ, അതിനെയല്ല ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് മരിക്കുകയാണ്. നിങ്ങൾ വായിച്ചു കാണും? ഇല്ല, വായിച്ചില്ല ആരും. അവിടെയാണ് നമ്മളിന്ന് നിൽക്കുന്നത്. പലതും മരുന്നില്ലാതെ മാറുന്ന രോഗങ്ങൾ, പലതും അല്പമാത്രമായ മരുന്നുകൾ ഏത് കൊടുത്താലും മാറുന്നവ. ഏത് കൊടുത്താലും മാറുമെന്ന് പറഞ്ഞത് ആയുർവേദം കൊടുത്താലും, ആധുനിക വൈദ്യശാസ്ത്രം കൊടുത്താലും, ഹോമിയോപ്പതി കൊടുത്താലും, സിദ്ധ കൊടുത്താലും, യുനാനി കൊടുത്താലും, വീട്ടിലെ അമ്മ ഒരു കഞ്ഞി വെച്ചു കൊടുത്താലും, ഒരു ചരട് ജപിച്ച് കയ്യെ കെട്ടിയാലും മാറുന്നത്. ഇത്തരം രോഗങ്ങളാണ് കൂടുതലും. അഞ്ച് മുതൽ 10% വരെ രോഗങ്ങൾക്ക് മാത്രമാണ് കൃത്യമായ ഗവേഷണവും കൃത്യമായ പഠനവും കൃത്യമായ ഔഷധവും വേണ്ടത്. ദ ഡോക്ടർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന പോലെ, നോവലിൽ പറയുന്ന പോലെ, പലപ്പോഴും ആ രംഗത്ത് പെർമ്യൂട്ടേഷൻസ്, കോമ്പിനേഷൻസ്, അസംഷൻസ് ഇവയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ നിയോ മെഡിക്കോസിന്റെ ഡിഗ്രി കൊടുക്കുന്ന സമ്മേളനത്തിൽ വെച്ചൊരു ഡോക്ടർ ആ ബോർഡിലേക്ക് എഴുതുന്നതാണ് ആ നോവലിലെ രംഗം. 35 എന്നൊരു നമ്പർ. എന്നിട്ട് പഠിത്തം കഴിഞ്ഞിറങ്ങിപ്പോകുന്ന കുട്ടികളോട് അദ്ദേഹം പറഞ്ഞത്, ഈ 35 രോഗങ്ങൾക്ക് നമ്മൾ ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം പെർമ്യൂട്ടേഷൻസ്, കോമ്പിനേഷൻസ്, അസംഷൻസ് എന്ന് പറഞ്ഞ് അദ്ദേഹം തകർക്കുകയാണ്. ഇത് നോവലാണ്, ജീവിതമല്ല. പക്ഷെ ജീവിതമാണ്. ഇതിനേക്കാൾ സത്യമായി നിൽക്കുന്നത് ഈ രംഗത്താണ്. ഇതാദ്യം രോഗി അറിയണം. ഈ 5% വരുന്ന പിശഗ്വരന്മാരിൽ പോലും നല്ലൊരു ശതമാനത്തിന് അജ്ഞാതമായ സാമൂഹികവും സാംസ്കാരികവും വൈയക്തികവും തൊഴിൽപരവുമായ എല്ലാ രംഗങ്ങളെയും സമഗ്രമായി ചേർത്തുവച്ച് നല്ല പ്രത്യുൽപ്പന്ന മതിത്വത്തോടുകൂടി പഠിച്ച വിദ്യയെ ഉപയോഗിക്കുന്ന വളരെ കുറച്ചു പേർക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്നതാണ് ആ രംഗം എന്നാദ്യം രോഗി അറിയണം.